സെമി ഫൈനൽ മത്സരത്തിനായിട്ട് ഇറങ്ങുന്ന അർജന്റീനയിലെ മെസ്സിയെ ഉറക്കിക്കളയുമെന്നാണ് ഇംഗ്ലണ്ട് പറയുന്നത്. ഓക്കെ, 2026 ഫിഫ വേൾഡ് കപ്പിലെ മാത്രമായിട്ടുള്ള ഈ കണക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫ്രാൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് എംബാപ്പയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയത് ഒലിസയാണ്. മോസ്റ്റ് കീ പാസ് ഡംബലയും മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിള് ബാർക്കോളയുമാണ്. അതിൽ തന്നെ മോസ്റ്റ് ആക്യുറേറ്റഡ് ക്രോസ് നൽകിയത് ഡംബലയാണെങ്കിൽ മോസ്റ്റ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ഒലീസയാണ്. അതിൽ മോസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് എംബാപ്പയാണ്. ഇനി സ്പെയിനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മോസ്റ്റ് അസിസ്റ്റ് നൽകിയത് ക്യുക്കറലയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ഒയർസെ ബാക്കാണ്. മോസ്റ്റ് കീ പാസ് പൊറോയാണെങ്കിൽ മോസ്റ്റ് സക്സസീവ് ഡ്രിബിൾ ചെയ്തത് യമാലാണ്. മോസ്റ്റ് ആക്യുറേറ്റഡ് ക്രോസസ് നൽകിയത് റോഡ്രിഗസ് ആണെങ്കിൽ മോസ്റ്റ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ക്യുക്കറലയാണ്. ഇനി ഇംഗ്ലണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മോസ്റ്റ് ഗോൾ നേടിയത് 2 പേരാണ്, ഹാരി കെയ്നും ഒപ്പം ജൂഡ് ബെല്ലിംഗാം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതും ബെല്ലിംഗാം തന്നെയായിരുന്നു. മോസ്റ്റ് കീ പാസ് ഡെക്ലൻ റൈസ് ആണെങ്കിൽ മോസ്റ്റ് അസിസ്റ്റ് നൽകിയത് ഗോർഡനാണ്. മോസ്റ്റ് ആക്യുറേറ്റഡ് ക്രോസ് നൽകിയത് മെഡ്യൂക്ക് ആണെങ്കിൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ഡെക്ലൻ റൈസ് ആണ്. മോസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് എസയാണ്. അതിൽ തന്നെ ഇംഗ്ലണ്ടുകാർ ഉറക്കിക്കളയുമെന്ന് പറഞ്ഞ മെസ്സിയുടെ അർജന്റീന മോസ്റ്റ് ഗോൾ, മോസ്റ്റ് അസിസ്റ്റ്, മോസ്റ്റ് കീ പാസ്, മോസ്റ്റ് ചാൻസ് ക്രിയേറ്റഡ്, മോസ്റ്റ് ബിഗ് ചാൻസ് ക്രിയേറ്റഡ്, മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിൾ, മോസ്റ്റ് ആക്യുറേറ്റഡ് ക്രോസസ് ഇവയൊക്കെയും നൽകിയത് എന്ത് ഇത്രയും സമയമായിട്ട് പേര് പറയാത്ത എന്നല്ലേ? നിങ്ങളൊക്കെ ഉറക്കാൻ വിട്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ പറയുക? അവരെല്ലാം നേടിയത് ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. അറ്റ് ദ ഏജ് ഓഫ് 39 an old Superman, Lionel Andres Messi.